വെൽക്കം ടു ജിജീസ് വ്ലോഗ്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒത്തിരി കേക്ക്സ് ഇന്ന് ഉണ്ടാക്കി. ആ കൂട്ടത്തിലാണ് ബനാന ചോക്ലേറ്റ് കേക്ക്, പിന്നെ നോർമൽ വാനില കപ്പ് കേക്ക്, പിന്നെ എഗ്ലെസ് റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്. അപ്പോൾ ഇന്ന് എഗ്ലെസ് റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എഗ്ലെസ് കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സോഫ്റ്റായിട്ട് വരുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ എന്നാൽ വളരെ എളുപ്പത്തിലും എന്നാൽ സോഫ്റ്റായിട്ടും ഉള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പൗഡേർഡ് ഷുഗറാണ്. ഇത് ഏകദേശം ഇതൊരു കപ്പിൻ്റെ അളവാണ്. ഞാനൊരു 1.25 കപ്പോളം എടുക്കുന്നതായിരിക്കും. മാവ്, അതായത് മൈദ മാവ് 1.5 കപ്പ്. അതിൻ്റെ കൂടെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വാനില എസൻസ്, അത് 1 സ്പൂൺ എടുക്കണം. 2-3 സ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ ഇതാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. ഇത് ഞാൻ ഇനി അരിച്ചെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ജ്യൂസ് അടിച്ചിട്ട് ഗ്ലാസ്സിൽ വെച്ചിരിക്കുവാണ്. പിന്നെ ഇത് ഗീ ആണ്, ഹോം മെയ്ഡ് ഗീ. അപ്പോൾ ഗീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എണ്ണ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കേക്കിൽ ഒലീവ് ഓയിലാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 5 സ്പൂണോളം ഒലീവ് ഓയിൽ ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വിനീഗർ വേണം. വിനീഗർ ലാസ്റ്റാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വിനീഗർ ചേർത്ത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡ അതും കൂടെ ചേർക്കും. അപ്പോൾ ഇത് എഗ്ലെസ് അല്ലേ, അപ്പം കേക്ക് ഏരിയേറ്റ് ചെയ്ത് നല്ല എയർ ബബിൾസ് പോലെ വരണം, സോഫ്റ്റ് ആകണം. അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ചേരുവകൾ. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മൈദമാവും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇടുന്നത് കൊക്കോ പൗഡറാണ്. ഞാൻ എടുത്ത കൊക്കോ പൗഡർ അല്പം ഡാർക്ക് കൊക്കോ പൗഡറാണ്. നോർമൽ കൊക്കോ പൗഡർ എടുത്താൽ മതി. ഇപ്പോൾ 2 സ്പൂൺ ഞാൻ ചേർത്തു. ഇനി പഞ്ചസാര നേരത്തെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ചേർക്കണത്. ആദ്യം 1 കപ്പ് ചേർത്തു. ഇനി ഞാൻ ഏകദേശം 1/2 കപ്പോളം ഇപ്പോൾ ചേർക്കുകയാണ്. അതുകൂടെ ചേർത്തിട്ട് കൈവച്ച് ഒരു തവി അല്ലെങ്കിൽ വിസ്ക്, രണ്ടിലേതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയ ബൗളിലേക്ക് മാറ്റാം. വെറ്റ് ഇൻഗ്രീഡിയൻസും ചേർക്കണമല്ലോ. അപ്പം മിക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിനാണ് ഞാൻ വലിയൊരു ബൗളിലേക്ക് മാറ്റിയത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പം നമ്മളിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ മൈദമാവ് 1.5 കപ്പ് തന്നെയാണ് ഷുഗർ ചേർത്തിരിക്കുന്നത്. അതേപോലെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറുമാണ് ചേർത്തത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ലിക്വിഡ്, അതായത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 2 കപ്പ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. ബീട്രൂട്ട് നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തു. അരിച്ചതിന് ശേഷം തരി ഒന്നും ഇല്ലാണ്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി എണ്ണയാണ് ചേർക്കുന്നത്. എണ്ണ 5 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കേണ്ടത്. ഇനി എണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ ബീട്രൂട്ട് തന്നെ ആണ് നമ്മുടെ കപ്പ് കേക്കിന് നാച്ചുറലായിട്ടുള്ള റെഡ് കളർ കൊടുക്കുന്നത്. ഇപ്പോൾ കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ഫുഡ് കളറ് ചേർക്കും. ഫുഡ് കളറ് ചേർക്കുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ചേർത്താൽ മാത്രമേ റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ നിറം കിട്ടൂ. ഇപ്പോൾ ഞാൻ ചേർത്തത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ കേക്കിന് ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ മുന്നിലേക്കൊന്നും വരത്തില്ല. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വരും. അങ്ങനെ വരില്ല. വളരെ നല്ല വെൽവെറ്റി ആയിട്ടുള്ള ഒരു കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള വിനീഗർ ചേർത്തു. ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വിനീഗറും ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു റിയാക്ഷൻ പോലെ ഉണ്ടാകും. അതാണ് നന്നായിട്ട് ഈ എഗ്ലെസ് കേക്കിന് ഏരിയേഷൻ കൊടുക്കുന്നത്. എല്ലാ എഗ്ലെസ് കേക്കിനും ഇത് വർക്കായെന്ന് വരത്തില്ല, ഇത് പ്രയോജനപ്പെട്ടെന്ന് വരത്തില്ല. അത് ഓരോ
കേക്കിൻ്റെ റെസിപ്പി അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ചേർക്കാൻ. അപ്പോൾ ഈ ഒരു കേക്കിന് ഇത് ആവശ്യമാണ്. ഇനി ഞാൻ ഒരു നല്ല ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു തവി എടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് കപ്പ് കേക്ക് മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിലുള്ള ബാറ്റർ വെച്ചിട്ട് 13 കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 2 എണ്ണം നിറയ്ക്കുന്നതേ കാണിക്കുന്നുള്ളൂ. ബാക്കിയൂടെ ഞാൻ ഫില്ല് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഓവൻ 170 ഡിഗ്രിയിൽ ഞാൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തു. ഇനി ഈ കപ്പ് കേക്ക്സ് ഇത് ഒരു 9 എണ്ണം ഉണ്ട്. ആദ്യത്തെ ബാച്ച് ഞാൻ 9 കപ്പ് കേക്ക്സാണ് ഈ ഒരു മോൾഡിലുള്ളത്. അതിലേക്ക് മാറ്റി. ഇനി ഇത് ഏകദേശം ഒരു 12 തൊട്ട് 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ മതി. കപ്പ് കേക്ക് ആയത് കാരണം പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ ഇവിടെ കപ്പ് കേക്ക്സ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് എടുത്തു. തൊട്ട് നോക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റാണ്. ഞാൻ കുറച്ച് ഐസിങ്ങും കൂടെ ചെയ്തു. തണുത്തതിന് ശേഷം അതിൽ ഐസിങ്ങും കൂടെ ചെയ്തു. ഇനി ഇതിപ്പോൾ നിങ്ങൾ ഈ ടെക്സ്ചർ കാണുന്നില്ലേ, വളരെ സോഫ്റ്റാണ്. എഗ്ഗ് ഉള്ള ഒരു കേക്ക് മാതിരി തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ജിജീസ് വ്ലോഗ്.